ഹലോ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ നിൽക്കുന്ന സെറ്റപ്പൊക്കെ എൻ്റർലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുമല്ല, രാജ്യത്ത് തന്നെയല്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് സെറ്റിൽ ആകാനായിട്ടുള്ള കുറച്ച് സമയമുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മുടെ ഹൈദരാബാദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്ത കണ്ടത്. അതായത് ഹൈദരാബാദ് മറ്റൊരു നഗരത്തിലേക്ക്, ഡൽഹിയിലേക്ക് കൂടുമാറാനായിട്ട് ഒരുങ്ങുന്നു. അത് റിലയബിൾ ആയിട്ടുള്ള പല വൃത്തങ്ങളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. കൂടുതൽ സെറ്റിലാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയ സെറ്റപ്പിലാണെങ്കിലും ഇനി നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിച്ചിരുന്നു എവിടേക്കാണ് ജോലി കിട്ടിയൊക്കെ പോയതാണോ എന്നുള്ളത്. ആക്ച്വലി ഇപ്പം ഞാനുള്ളത് സൗദിയിലാണ്. അപ്പോൾ ഞാൻ ജോലി ആവശ്യത്തിനകത്തൊന്നും വന്നതല്ല, ചില പേഴ്സണൽ റീസൺസ് ഇങ്ങനെയുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നാളുകൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ സൗദി നമുക്കറിയാമല്ലോ, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ അടക്കം കളിക്കുന്ന ക്ലബ്ബ് ഇവിടെ ആണുള്ളത്. അപ്പോൾ ഞാനും ഈ ഒരു ക്ലബിനോടൊക്കെ അടുത്ത സ്ഥലത്തൊക്കെ തന്നെയാണുള്ളത്. അപ്പം അവരുടെ മാച്ചസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റാൻ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്ത് ആണ് നമുക്കിപ്പം സൗദി വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് എഴുതുക. എന്താണെങ്കിലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഹൈദരാബാദ് FC അടുത്ത ഒരു വർഷത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരുടെ ബേസ് ഡൽഹിയിലേക്കൊക്കെ മാറ്റാം എന്നുള്ള സാധ്യത അത് IFTWC ഒക്കെ അടക്കം ഡിസ്കസ് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഡിസ്കസ് ചെയ്യുന്നൊരു സമയത്ത് മുമ്പും ISL സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം ഡൽഹി ഡൈനാമോസ് അവരുടെ ഒരു ബേസ് ഒഡീഷയിലേക്ക് മാറ്റിയിരുന്നു. സെയിം ഓണേഴ്സ് തന്നെയായിരുന്നു, GMC ഗ്രൂപ്പ് തന്നെയായിരുന്നു. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഹെവി എക്സ്പെൻസസ് ആയിരുന്നു. ഒഡീഷയിലേക്കൊക്കെ വരുന്നൊരു സമയത്ത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗവൺമെൻറ്റും അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഫ്രീ ആയിട്ടും അവർക്ക് സ്പോൺസർഷിപ്പൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇതായിരുന്നു പൂനെ സിറ്റി ഹൈദരാബാദിലോട്ട് വന്നത്. ഈ സെയിം ക്ലബ്ബ് തന്നെ. അത് പൂനെ സിറ്റിക്ക് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നു, അവർ ക്ലബ്ബ് വിറ്റു. അതെന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ അങ്ങനെ വിറ്റ സമയത്ത് ആ ഒരു ഫ്രാഞ്ചൈസി ഉപയോഗിച്ചിട്ട് അവർ മറ്റൊരു ക്ലബ്ബ് ഹൈദരാബാദ് ഇത് വരുന്ന പൂനെയുടെ നേതൃത്വത്തിലൊക്കെ തുടങ്ങി എന്നുള്ള സാഹചര്യമാണ്. പിന്നെ പൂനെയിലൊക്കെ അറിയാം അത്ര സപ്പോർട്ടീവ് ഒന്നും അല്ലായിരുന്നു, അവർക്ക് അങ്ങനെ ഫാൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം അറിയാം. എന്നാൽ ഹൈദരാബാദിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുന്നൊരു സമയത്ത് ഞാൻ കുറച്ച് അൺഹാപ്പിയാണ്. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് ഇപ്പം ഈ ഒരു വളരെ കുറഞ്ഞ കാലയളവ്, ഇപ്പോൾ 5 വർഷത്തിനുള്ളിൽ 2 വട്ടം ലീഗ് ടേബിളിൽ 2ാം സ്ഥാനത്തെത്തി, 1 വട്ടം ISL ട്രോഫി വിൻ ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് ഫാൻസൊക്കെ ഇങ്ങനെ ഡെവലപ്പായിട്ട് ഓരോ സീസണൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സപ്പോർട്ടേഴ്സായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഹ്യൂജ് ലെവലിലല്ല എങ്കിലും അത് സംഭവിക്കുന്നുണ്ട്. പിന്നെ തെലുങ്കാന ഗവൺമെൻറ് ഇപ്പം ഫുട്ബോളിന് എസ്പെഷ്യലി നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന പോലെ പുതിയ അവരുടെ ഓണേഴ്സായിട്ടുള്ള JC ജിന്ദാൽ ഗ്രൂപ്പ് ഇങ്ങനെ ഡൽഹിയിലേക്കൊക്കെ ഒരു കൂടുമാറ്റം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലേക്കൊക്കെ തീരുമാനിക്കുന്നത്. ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു ഫ്രാഞ്ചൈസി സെറ്റപ്പിനോടൊക്കെ നമുക്ക് വിയോജിപ്പ് തോന്നുന്നത്. പിന്നെ ഞാൻ കേട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ ജിന്ദാൽ ഗ്രൂപ്പ് ഓണർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ള സമയത്ത് തന്നെ അവർക്ക് ഇങ്ങനെ ഈ ഒരു സ്ഥലം ബേസ് ചെയ്തിട്ട്, അതായത് പിന്നെ ഹൈദരാബാദിന് പുറത്ത് ഈ പറഞ്ഞ അവരുടെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഹരിയാനയൊക്കെയാണ്, ഇപ്പം ഡൽഹിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു സെറ്റപ്പിൽ തന്നെയൊക്കെ അവർക്ക് വരണമെന്നായിരുന്നു ആഗ്രഹം. കാരണം കഴിഞ്ഞൊരു വർഷം I ലീഗ് ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കോർപ്പറേറ്റ് എൻട്രി. അപ്പം അന്ന് എനിക്കൊന്ന് ഡൽഹി ബേസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അവരുടെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൺ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പം നോയിഡയിൽ ഇവർക്ക് ഓൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പം നോയിഡ UPയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഡൽഹിയൊക്കെ ആയിട്ട് കുറച്ച് അടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ആ ഒരു സെറ്റപ്പിലൊക്കെ അവർക്ക് ഓൺ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് അവരുടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ തന്നെ എന്നുള്ള ലെവലിൽ ഇത് അങ്ങനെ ആയിരിക്കും അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഹൈദരാബാദ് ഫാൻസിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര നല്ല ന്യൂസൊന്നുമല്ല. കാരണം എന്താണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച്, ചിലപ്പം വളരെ കുറച്ചാണെങ്കിലും ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഫാൻസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ന്യൂസ് അല്ല. പക്ഷേ ഈ പറഞ്ഞ ഇവരുടെ ആ ഒരു മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങനത്തേക്ക് പ്ലാൻസ് എന്ന തരത്തിലാണ് ഇത് മാറിപ്പോകുന്നത്. എന്താണെങ്കിലും ഹൈദരാബാദിൽ നിന്നൊരു ക്ലബ്ബ് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ചിപ്സ് കമ്പനി ഹൈദരാബാദിലോട്ടൊന്നും പോകാതിരിക്കട്ടെ. അങ്ങനെ ഞാൻ എന്താ ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിൽ എഴുതാം. ഒരു കാണിക്കാൻ സൈനിക